ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ രാവിലെ മുതലൊരു ചെറിയ പരിപ്പണികളാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്നും പോകും തെങ്ങിൻ്റെ ചുവട്ടിൽ നോക്കാനേ, കാരണം തേങ്ങയ്ക്ക് നല്ല ക്ഷാമമാണ്. കാരണം തേങ്ങ വീണാലിട്ട് കിട്ടുകയില്ല കേട്ടോ, ഒക്കെ പന്നി കൊണ്ട്. അതുകൊണ്ട് രാവിലെ തേങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകും. ഇന്ന് എന്തായാലും 2-3 നല്ല പച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട്. സാധാരണ പോയി നോക്കിയാൽ തെങ്ങിൻ്റെ ചുവട്ടിൽ ചകിരി ഉണ്ടാവും, തേങ്ങ പന്നി തിന്നിട്ടും പോകും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ. ഇന്ന് എന്തായാലും നല്ല പച്ചത്തേങ്ങ 2-3 കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം എടുത്തുകൊണ്ടിട്ടു. പിന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറി തേകൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ചീരയൊക്കെയാണല്ലോ ഞാൻ കുറച്ച് വൈകുന്നേരമായപ്പോൾ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. പാകി നിർത്തി അത് പറിച്ച് നടേണ്ട സമയമായപ്പോൾ അതൊക്കെ പറിച്ച് നട്ടു. അപ്പോൾ അതിനൊക്കെയാണെങ്കിൽ ഒരു 3-4 ദിവസം നമ്മൾ രാവിലെയും വൈകുന്നേരം നനച്ച് കൊടുത്താലേ അതൊന്ന് നല്ല രീതിയിലൊന്ന് ഉഷാറായി വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. അടുത്ത പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത പറമ്പിലേക്കാണ് കേട്ടോ. നമ്മുടെ പറമ്പല്ല, അടുത്ത വീട്ടുകാരുടെ പറമ്പ്. അതെന്ന് വെച്ചാൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ച കൊത്താൻ പോവുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ കോവലിനും പാവലിനൊക്കെ ഇത്തിരി പുതയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർ പറമ്പൊക്കെ വയക്കി കഴിഞ്ഞിട്ട് രണ്ടാമത് കിളിർത്ത് വന്നതാണ്. അപ്പം നല്ല തളയിലാണ് കേട്ടോ കിട്ടിയതും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഇത്തിരി വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളം ഇട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിയ കരിയിലയോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള പച്ചിലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് നിൽക്കുമല്ലോ. അപ്പം എൻ്റെ വളങ്ങളിൽ മെയിനായിട്ടുള്ള 2 കേട്ടോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വെച്ച് അതുപോലെ സീമക്കൊന്നയുടെ ഇലയൊക്കെ. അത് വെച്ചിട്ട് ജൈവവളം ഉണ്ടാക്കും, കീടനാശിനി ഉണ്ടാക്കും. അതൊക്കെയാണ് നമ്മുടെ മെയിൻ വളങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ സീമക്കൊന്നയ്ക്കാണെങ്കിലും വലിയ ക്ഷാമമൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാനേ നമ്മുടെ പയറിനോ പാവലിനോ ഒക്കെ പന്തലൊക്കെ ഇടുന്ന സമയത്ത് ഓരോ തൂണൊക്കെ സീമക്കൊന്നയുടെ തണ്ട് കൊണ്ടുപോയിട്ട് കുത്തി കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് കിളിർക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 3-4 തണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുത്തി കൊടുത്തുകൊണ്ട് അതിലൊക്കെ അത്യാവശ്യം നല്ല തളിരിലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുത്തി ഇടയ്ക്കിടയ്ക്ക് കീടനാശിനിയൊക്കെ ആയിട്ട് നമുക്ക് പയറിനൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ സീമക്കൊന്ന വെച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ടൊക്കെ വളങ്ങളും കീടനാശിനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിനിടയ്ക്കും അത്യാവശ്യം വീട്ടിലേക്കൊക്കെ ഒന്ന് കയറിപ്പോയി അടുക്കളയിലെ ഇത്തിരി പണികൾ വീണ്ടും ചെയ്ത് പിന്നെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 10-11 മണി വരെ അങ്ങനെ നമ്മുടെ മുറ്റത്തൂടെ നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിലേക്കൂടെ ഒക്കെ നടക്കും കേട്ടോ. ഇത്തിരി പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ടും അതുപോലെ വെള്ളം ഒഴിക്കേണ്ടതിന് വെള്ളം ഒഴിക്കും, വളമിടേണ്ടതിനൊക്കെ ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ പന്തലിട്ട് കൊടുക്കേണ്ടതിനൊക്കെ ആണെങ്കിലും ഇത്തിരി അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു 10-11 മണി വരെയൊക്കെ ചെയ്ത് പിന്നെ വീട്ടിലേക്ക് പോകും കേട്ടോ. എന്നിട്ടാണ് വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അടുക്കളയിലെ ചെയ്യാനൊന്നും വലിയ വിഷയമില്ലല്ലോ, അത് വെയിലത്ത് നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് രാവിലെ ഇതുപോലുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും കുറച്ച് ഇടവിള കൃഷിക്കായിട്ട് കുറച്ച് ഇഞ്ചി വിത്ത്, കുറച്ച് മഞ്ഞളിൻ്റെ വിത്ത്, അതേപോലെ കുറച്ച് ചേമ്പിൻ്റെ വിത്ത്, ഒരു ചേന ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഞാൻ വിചാരിച്ചു തലേ ദിവസമേ ഇങ്ങനെ ആലോചിച്ച് വെക്കും നാളെ എന്താ ചെയ്യേണ്ടത്, നാളത്തെ പരിപാടികൾ എന്താണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ അന്ന് ഇഞ്ചി ഇന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അതിനുള്ള സിമൻറ്റ് ചാക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിമൻറ്റ് ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിന് വേണ്ട വളങ്ങളും കരികിലയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. ഇഞ്ചി വിത്താണെങ്കിലും ഞാനെല്ലാം പീസൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ അതൊക്കെ കുറച്ചങ്ങ് നട്ടു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ നടാനുണ്ട്, ചേമ്പ് നടാനുണ്ട്, ചേനയും നടാനുണ്ട്. അതൊക്കെ നട്ടുന്ന് കൊടുക്കണം. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സീസണിൽ നടുന്ന പച്ചക്കറി തൈകളെ പറ്റിയൊക്കെ കേട്ടെ. ഇത് നമ്മുടെ ചതുരപ്പയറൊക്കെ കണ്ടോ, ഒരുപാട് നമ്മൾ നേരത്തെ വിളവെടുത്തിട്ട് ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ തളിർത്ത് ചുവട്ടിന്നേ നല്ല തളിർപ്പൊക്കെ പടർന്ന് കയറി വന്നിട്ട് ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചതുരപ്പയറൊക്കെ ഒരു സീസൺ കഴിഞ്ഞാലോ അങ്ങനെ പൂക്കുവോ കായ ഉണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ചതുരപ്പയറിനൊക്കെ മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുകയും വളമിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു വിളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ പൊട്ടിക്കിളർക്കുകയും പൂവിടുകയും ഒക്കെ ചെയ്യട്ടെ. ഞാൻ അങ്ങനെ സീസണും കാര്യങ്ങളും ഒന്നും നോക്കാറില്ല. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണം, നമ്മൾ വിൽപ്പനയ്ക്കോ കാര്യത്തിനോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്കൊരു കുഞ്ഞടുക്കളത്തോട്ടം, നമുക്ക് വേണ്ട പച്ചക്കറികൾ, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ അതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതിന് സീസണും കാര്യങ്ങളോ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്നുറപ്പുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നതൊക്കെ. എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ, ഇതൊക്കെ മുളകെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഇപ്പം നമ്മുടെ ബുള്ളറ്റ് മുളക് കണ്ടോ, ഇതൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായ മുളകിൽ നിന്ന് ഞാൻ വിത്തെടുത്തിട്ട് പാകി പറിച്ചങ്ങ് നട്ടു കൊടുത്താണ് കേട്ടോ. ഏരി എടുത്തിട്ട് അങ്ങനെ പറിച്ച് നട്ടു കൊടുത്തു. അതുപോലെ നമ്മുടെ സിറാമുളകാണേലും ഇതിൻ്റെയും വിത്തെടുത്തിട്ട് ഞാൻ പാകിയിട്ട് അങ്ങനെ പറിച്ച് രണ്ടും കൂടെ ഇടകലർത്തി അങ്ങ് നട്ടു കൊടുത്താണ് കേട്ടോ. ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ചില ഇപ്പോൾ ഇത്തിരി ഏറെ മുളകൊക്കെ നട്ടതുകൊണ്ടേ നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ബാക്കി പച്ചമുളകായിട്ട് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പഴുപ്പിച്ച് നമുക്ക് ഉണക്കിയെടുക്കാമല്ലോ എന്ന് ചോദിച്ച് നിർത്തിയതാണ്. അങ്ങനെ ഇതാ ഞാൻ ഉണക്കമുളകായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അത്രയും മുളകും പറിച്ചു. ഇന്നത്തെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനുള്ളതും കൊണ്ട് കയറിപ്പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തോരൻ വെക്കാനുള്ള പാവയ്ക്കായും കറി വെക്കാൻ വേണ്ടി വെള്ളരിക്കായും കൂടെ പറിച്ചു. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കേ.